നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് എത്ര സമയമായെന്ന് അറിയാവോ? ഓ, ട്രാഫിക് ബ്ലോക്ക് ആവുന്നത് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിക്ക് ഒരു പുതുമയൊന്നും അല്ലല്ലോ. ദിവസവും എത്ര സ്ഥലത്താ മണിക്കൂർ കണക്കിന് ട്രാഫിക് ജാം ആവുന്നത്? നിയമം തെറ്റിച്ചു പിന്നെ നിന്ന് ന്യായീകരിക്കുവാണോ? നോക്കിയേക്കാ, വണ്ടി എടുത്ത് മാറ്റ്. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്ത് കാണിക്കാനാ? കാണിക്കാൻ പാടില്ലാത്തൊക്കെ നല്ലവണ്ണം മറച്ചു വെച്ചാ നടക്കും. പട്ടിക്കൊലയാടി മോളെ, പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിയിരുന്ന് ഞരങ്ങുവാ. സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആരോടാ സംസാരിക്കുന്നറിയോ? അറിയാമടി, കോഴിക്കോട്ടെ മിഠായി തെരുവിൽ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും വ്യഭിചരിച്ചടന്ന മീൻചന്ത ദേവകി എന്ന തെരുവ് തേവടിച്ചോട്. കോഴിക്കോട്ടെ പാരഡൈസ് ഹോട്ടലിൽ നിന്നും രായ്ക്ക് രാമായണം നൂൽബന്ധം പോലുമില്ലാതെ ഉടുതുണിയും വാരിപ്പിടിച്ചോണ്ട് ഓടിയ നിന്നെ തെരുവ് പിള്ളേരും വീട്ടു പോലീസുകാരും ആവശ്യം പോലെ പെരുമാറി. നിന്റെ മൂലവും പൂരാടവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അബോധാവസ്ഥയിൽ ഓടവക്കത്ത് ചത്ത ശവം പോലെ കിടന്ന നിന്റെ നാറിയ ചരിത്രം നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോടി. പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർമാരുടെയും മുതലാളിമാരുടെയും വില കൂടിയ ഉത്തേജക മരുന്നാണെന്നുള്ള ബലത്തിൽ നീ എന്റെ നേരെ നാവ് ഉയർത്തിയാൽ പൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടി. കരണം പൊട്ടിക്കാനെങ്കി വാ. 24 മണിക്കൂറിനകം നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ദേവയാനിന്നല്ല. എന്റെ തൊപ്പി പണ്ടേ പോയതായി. ഇവിടെ ബുക്കെടുത്ത് ജീപ്പിലിടറാ.